നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഒരു സോഷ്യൽ മീഡിയ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി ആളുകൾ ഓഫീസിൽ വന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും വരുന്ന ടൈമിൽ ഇവർ തന്നെ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഇൻഫോർമേഷൻസ് കറക്റ്റായിരിക്കും, ചില ഇൻഫോർമേഷൻസ് തെറ്റായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും തെറ്റാണെന്നല്ല, പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ പോർട്ട്ഫോളിയോ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ കാണുമ്പോൾ അവർക്ക് 100 ഷെയർസ് വാങ്ങി വെച്ചിട്ടുണ്ടാവും, 100 ഡിഫറെൻറ്റ് കമ്പനികൾ. ഇത് ശരിക്കും കറക്റ്റാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിപ്പിക്കണത് അത്ര തെറ്റാണെന്ന് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഒരു 30 മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാവും. അത് ചിലപ്പോൾ ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ ചിലപ്പോൾ ഒരു 6 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, മിഡ് ക്യാപ്പിൽ ഒരു 6 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കി ഓരോരോ എക്സ്പേർട്സ് പറഞ്ഞ് നോക്കിയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഫണ്ടിൻ്റെയും പേര് പറയാറില്ല. ഞാൻ എപ്പോഴും മണി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മാത്രമേ പറയാറുള്ളൂ. അത് ഇൻറ്റൻഷനലി പറഞ്ഞതാണ്. പിന്നെ എൻ്റെ ജോലി പറഞ്ഞാൽ ഞാനൊരു സ്റ്റോക്ക് ബ്രോക്കർ ആണ്. ഇപ്പോൾ ഞാനൊരു പെൻഡാഡിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ റെഗുലേറ്റേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും ഒരാളെ ഇന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് പൈസ മാനേജ് ചെയ്യേണ്ടത് എന്നും എന്ത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇന്ന സ്റ്റോക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് ക്ലിയർ ആയിട്ട് റെഗുലേറ്റേഴ്സ് പറഞ്ഞേക്കണേൻ്റെ കാര്യം വെച്ചാൽ നമ്മളെന്തെങ്കിലും വായെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറയണു ഏറ്റവും നല്ല മെഡിസിൻ ക്രോസിനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കണ പോലെ ക്രോസിൻ എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്ക് കോവിഡ് ടൈമിൽ ഞാൻ 2 ആഴ്ച വീട്ടിലിരുന്നു. ആ സമയത്ത് ക്രോസിനാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദാറ്റ് ഗുഡ് ഫോർ ഓൾ ഓഫ് യു? ഇത് ചിലപ്പോൾ ആ സമയത്ത് അന്നത്തെ സിറ്റുവേഷന് എനിക്ക് നന്നായിട്ടുണ്ടാവും. പക്ഷേ എല്ലാവരുടെ ബോഡിക്കും ആ ട്രീറ്റ്മെൻറ്റ് മതിയാവണമെന്ന് ഇല്ല. അപ്പോൾ ഓരോരുത്തരുടെയും അറ്റ്ലീസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ജനറിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് കൃത്യമാവണമെന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ എന്താണ് പ്രോബ്ലം ഓഫ് ഇൻവെസ്റ്റിംഗ് വിത്ത് സോഷ്യൽ മീഡിയ ന്യൂസ്. സോഷ്യൽ മീഡിയ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഏതെങ്കിലും ന്യൂസ് ചാനലിലും ഇതിലെല്ലാത്തിലും. അപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിൽ നടക്കുന്ന കാര്യം എന്താ, നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടണം. അപ്പോൾ വി നീഡ് ടു ഗെറ്റ് എൻ അട്രാക്ഷൻ. അപ്പോൾ തംബ്നെയിലിൽ നമ്മൾ കൃത്യമായിട്ട് പറയും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫോർ 2025, ബെസ്റ്റ് സ്റ്റോക്സ് ഫോർ ദിസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേജർ ഉദ്ദേശം വെച്ചാൽ ജനറലായിട്ടാണ് പറയണത്. ഈ എക്സ്പേർട്സ് വളരെ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും പറയണത്, പക്ഷേ അത് നമുക്ക് നല്ലതാണെന്നുള്ളത് ഏറ്റവും വലിയ വിഷയമാണ്. അത് അവർ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് അവർ പറഞ്ഞത്, ജനറലായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ പോയിട്ട് സെർച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടൈമിൽ ഏത് ഫണ്ടാണോ പെർഫോം ചെയ്യുന്നത് മിക്കവാറും ഏതെങ്കിലും സ്മോൾ ക്യാപ്പിലെ സാരായിരിക്കും പറയണത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒത്തിരി ഡിഫൻസ് ഫണ്ടോ അല്ലെങ്കിൽ IT ഫണ്ടോ ബാങ്കിങ് ഫണ്ടോ ഇതൊക്കെ ആയിരിക്കും പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഏറ്റവും റിസ്ക്കുള്ള ഫണ്ടുകളാണ്. അപ്പോൾ നമ്മൾ ഇത് കേട്ടിട്ട് നമ്മൾ സ്മോൾ ക്യാപ്പിൽ അവർ പറഞ്ഞു ഈ 3 ഫണ്ടുകൾ ഈ വർഷം ഒരു 30% റിട്ടേൺ കണ്ടു. നമ്മൾ ഈ 3 ഫണ്ടിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഇതെല്ലാവരും ഒരേ സ്വഭാവമുള്ള സാധനമാണ്. ശരിക്കും 3 വേണ്ട, ഏതെങ്കിലും ഒന്നേ മതി. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ ഞാൻ ഏതാണ് പേരെന്ന് പറയണില്ല, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ അത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മളോട് പറഞ്ഞു ആപ്പിൾ വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞു. നമ്മൾ പോയിട്ട് ഷിംലയിലത്തെ ആപ്പിളും, ഷിംലയുടെ സ്പെല്ലിംഗ് അറിയില്ല, സ്വിറ്റ്സർലാൻഡിലെ ആപ്പിളും ഓസ്ട്രേലിയയിലെ ആപ്പിളും ഇതെല്ലാവരും വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോകുമോ? ഏതെങ്കിലും ഒന്നല്ലേ വാങ്ങത്തുള്ളൂ. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ 3 പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ നോട്ട് ഗുഡ് ഫോർ യു. അതിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ റിസ്ക് എന്താ, നമ്മൾ ഇതിൽ എല്ലാത്തിലും ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ നൗ ദിസ് ഇസ് ഗുഡ്, ഈ സാഹചര്യത്തിൽ ഇത്തരം സാധനങ്ങൾ നല്ലതാണ്. പക്ഷേ നാളേക്ക് അത് നല്ലതാവും നമുക്ക് പറയാം. നമുക്ക് ഒരിക്കലും പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ട് ഫ്യൂച്ചർ പെർഫോമൻസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയുന്നത് ഡിഫൻസ് ഫണ്ടുകൾ നല്ലതാണ്, അല്ലെങ്കിൽ IT ഫണ്ടുകൾ നല്ലതാണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ത്യക്ക് IT ഫണ്ടുകൾ നന്നായിരിക്കാം, പക്ഷേ IT സെക്ടർ മൊത്തമായിട്ട് ബുദ്ധിമുട്ടാവണ വിധത്തിൽ
US എന്തെങ്കിലും നിയമം വന്നു, നമ്മൾക്കിനി ഇന്ത്യൻ കമ്പനികൾക്ക് IT കോൺട്രാക്റ്റ് കൊടുക്കണ്ട, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫണ്ട് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് മോശമായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്ടറൽ സ്പെസിഫിക് റിസ്ക് നമ്മൾ അറിയാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്, റിട്ടേൺ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് അതെന്താണ് അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ബെസ്റ്റ് സ്റ്റോക്സ് എന്ന് പറയണമെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഈ സ്റ്റോക്ക് ഭയങ്കര നല്ല റിട്ടേൺ തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ സ്റ്റോക്ക് നോക്കിയാൽ മതി, ആർക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടു വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും ഉള്ള ന്യൂസുകളാണല്ലോ, ഇപ്പോൾ സെൻട്രലിൽ വന്ദേ ഭാരത് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ റെയിൽവേ സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് കയറും, ഇനി അല്ലെങ്കിൽ വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ ആരൊക്കെയാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം അവരുടെ സ്റ്റോക്കെല്ലാം കയറും. ഇറ്റ്സ് വെരി നൈസ്. പക്ഷേ ഇതിൻ്റെ എല്ലാ സ്റ്റോക്കും നിങ്ങൾ വാങ്ങി വയ്ക്കണോ? ഇപ്പോൾ നമ്മൾ പറയും 1, 2, 3 സ്റ്റോക്സാണ് ഇതെല്ലാം വേണം, ഈ 3 സ്റ്റോക്കും വാങ്ങിക്കണം. കാരണം ഒന്ന് ഇമാജിൻ ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചു ഇനി തൊട്ട് വന്ദേ ഭാരത് വേണ്ട, ബുള്ളറ്റ് ട്രെയിൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഡിമാൻഡ് പോയി. അങ്ങനെ ഒരു നിയമം വരില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോൾ നമ്മൾ ആ കോൺസെൻട്രേഷൻ റിസ്ക് നമ്മൾ എപ്പോഴും എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ലതാണ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ലതെന്ന് പറയുമ്പോൾ ഏതാണ് ഇപ്പോൾ പറയുന്നത് പ്രൈവറ്റ് ബാങ്കുകളാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പറയും നമ്മൾ ഏതെങ്കിലും പറയുന്നത് HDFC പറക്കാൻ ചാൻസ് ഉണ്ട്, കൊഡാക്ക് പറക്കാൻ ചാൻസ് ഉണ്ട്, ICICI പറക്കാൻ ചാൻസ് ഉണ്ട്, ഇനി ഫെഡറൽ ബാങ്ക് പറക്കാൻ ചാൻസ്. ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, ഞാൻ വെറുതെ എക്സാമ്പിൾ മാത്രം പറഞ്ഞു. ഇനി അപ്പോൾ നമ്മളിതെല്ലാവരും കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബാങ്കിൻ്റെ സെക്ടറിന് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളിതെല്ലാവരും കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം എന്താ, നമുക്ക് ഏതാണോ ഒരു സെക്ടറിലാണ് അതിൽ ഒരെണ്ണം നമുക്ക് മതി. അതേമാതിരി ഡിഫറെൻറ്റ് സെക്ടറിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഫാർമ സെക്ടറിൽ വിശ്വാസമുണ്ട്, ബാങ്കിങ് സെക്ടറിൽ വിശ്വാസമുണ്ട്, IT സെക്ടറിൽ വിശ്വാസമുണ്ട്, ഇനി അതല്ല നമ്മൾ ഡിഫൻസ് സെക്ടറിൽ വിശ്വാസമുണ്ട്. ഇതിലെല്ലാത്തിലും ഓരോരോ കമ്പനി നമുക്ക് പോരെ. അപ്പോൾ ആ ഓരോ സ്റ്റോക്ക് സാധനം പിക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം പറയുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറയുന്നത്, ഇനി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇപ്പോൾ ചില ആൾക്കാർ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം കണ്ടിട്ടുണ്ട്. സ്മോൾ ക്യാപ്പിൽ തന്നെ നിപ്പോണിലുണ്ടാവും, SBIയിലുണ്ടാവും, ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞേട്ടാ, കോണ്ടിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്മോൾ ക്യാപ്പ് തന്നെ. നമുക്ക് ആ യൂണിവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ കുറച്ച് സ്മോൾ ക്യാപ്പിൽ വയ്ക്കുക, കുറച്ച് ലാർജ് ക്യാപ്പിൽ വയ്ക്കുക, കുറച്ച് മിഡ് ക്യാപ്പിൽ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. കുറച്ച് ഗോൾഡിൽ വയ്ക്കുക, കുറച്ച് സിൽവറിൽ വയ്ക്കുക, കുറച്ച് പുറം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഏതെങ്കിലും വയ്ക്കുക. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യണം. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ എന്താണ്, ഇപ്പോൾ നമ്മുടെ വയസ്സ് എത്രയാണ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ പറയും ഒരു 25 വയസ്സായക്ക് ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ 25 വയസ്സായ ആൾക്ക് കല്യാണം കഴിക്കണം, ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് സ്പൗസിനെയും കൊണ്ട് പുറം നാട്ടിലേക്ക് പോകണം. അപ്പോൾ ചിലപ്പോൾ കല്യാണം വേണമെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാം, സ്പൗസിനെ കൊണ്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ചിലവുണ്ട്. അപ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ നമ്മൾ പറയും ഇത് ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്നു, പക്ഷേ ഇയാൾക്ക് ഹൈ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾക്ക് പറഞ്ഞ് 2 കൊല്ലത്തേക്ക് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക് പൈസ ഉണ്ട്, ഇത് ഒറ്റ ഡി കൊണ്ടായിട്ട് സ്മോൾ ക്യാപ്പിലുണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ എങ്ങനെ മാർക്കറ്റ് താന്നിരിക്കും, വലിയ പ്രശ്നമാണ്. ഇനി ഒരാൾ പറഞ്ഞ് എനിക്ക് 60 വയസ്സായി, എനിക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് FDയെ പറ്റുള്ളൂ. പക്ഷേ ഈ 60 വയസ്സായ ആൾ ചിലപ്പോൾ കുട്ടികളെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇയാൾക്ക് ഒരു 10 കോടി രൂപയുടെ പൈസ അവിടെ വെറുതെ ഇരിപ്പുണ്ടാവും. ഇയാൾക്ക് ആകെയുള്ള കമ്മിറ്റ്മെൻറ്റ് റിട്ടയർമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് കുറച്ച് പൈസ FDയിലിട്ട് ബാക്കി എല്ലാവരും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും ഓരോരോ കാര്യങ്ങളാണ്. ഇനി അതൊന്നും വേണ്ട, ഇദ്ദേഹം പറഞ്ഞു എനിക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ കാണുന്നത് ഇഷ്ടമല്ല, എനിക്ക് എന്നും മാർക്കറ്റിൽ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കയറും, BP കൂടും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും ചിലപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ദയവ് ചെയ്തിട്ട്, ഞാൻ ഒരിക്കൽ ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവിടെ കണ്ടൊരു പോസ്റ്ററാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പോസ്റ്ററാണ്. ആൾ പറഞ്ഞ കാര്യം വെച്ചാൽ ഗൂഗിൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. ഇറ്റ്സ് എ വെരി വാലിഡ് മെസ്സേജ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ തൊടുന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ റിയാക്ഷൻ വരും, അപ്പോൾ നമുക്ക് പേടിയാവും. പക്ഷേ പൈസയുടെ കാര്യം പറ്റിപ്പോയി കഴിഞ്ഞാൽ റിയാക്ഷൻ വരുന്നില്ല. പക്ഷേ അതും ചില ഒരു ഡിസിഷൻസ് മതി നമ്മുടെ ഉള്ള സ്വത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവാനായിട്ട്. സോ ഇറ്റ്സ് സെയിം ആസ് ബോഡി ഓൾസോ. ആ ഒരു ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കാണുന്നത് എല്ലാവരും പോയിട്ട് കയറി പിടിക്കാതെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്
അതിനുള്ള എക്സ്പേർട്ടൈസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പോയിട്ട് സോഷ്യൽ മീഡിയ ഹെൽപ്പ് വേണ്ട പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സ്പേർട്ടൈസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? എക്സ്പേർട്ടൈസ് ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ബെസ്റ്റ് സ്റ്റോക്ക് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് എക്സ്പേർട്ടൈസ്. വെരി സിമ്പിൾ. യു ഡോണ്ട് നീഡ് അതേഴ്സ് ഹെൽപ്പ്. യു ഡോണ്ട് നീഡ് സോഷ്യൽ മീഡിയ ടു ഗിവ് യു സജഷൻസ് ടു ഇൻവെസ്റ്റ്. അങ്ങനെ സജഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നോക്കല്ലേ. യു ഗോ ടു എൻ എക്സ്പേർട്ട് ടു ടേക്ക് എൻ അഡ്വൈസ് ആൻഡ് ടെൽ ദാറ്റ്. നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, അത് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് എടുത്തിട്ട് കൃത്യമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് അസറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ ഇസ് എ ഗുഡ് പ്ലാറ്റ്ഫോം. പക്ഷേ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇടുന്ന ആൾക്കാർക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അവരുടെ ഒബ്ജക്റ്റീവാണ് മീറ്റ് ചെയ്യണത്. അത് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് ചിലപ്പോൾ അലൈൻഡ് ആവണമെന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ സേഫായിരിക്കാം, ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്. താങ്ക് യു സോ മച്ച്.